ഗാന്ധിജിക്ക് വയ്യ, അയ്യോ അങ്ങനെ കുഞ്ഞിട്ട് ആ ഈ ഗാന്ധിജി മുഹമ്മദിൻ്റെ അംഗനവാടിയിൽ നിന്ന് ഗാന്ധി ജയന്തി ആയിട്ട് നല്ല പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ മുഹമ്മദിനെയും അവൻ്റെ ഫ്രണ്ട്സുകളെയൊക്കെ ഗാന്ധിയായിട്ട് വേഷം കെട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുട്ടികളുടെ നല്ല ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടുള്ള കുഞ്ഞു കവിതകൾ, കുഞ്ഞു കഥകൾ, അങ്ങനെ പായസം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞു ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ 9 മണിക്കാട്ടോ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. അതിന് കൂടെ കുട്ടികൾക്ക് നല്ല പായസം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ടീച്ചേഴ്സൊക്കെ പായസമൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. നാടിന്റെ അമൂല്യ സമ്പത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ നാടിനു നൽകിയ മഹത്തായ സംഭാവനകളെ ഈ വയോജന ദിനത്തിൽ ഞാൻ ആദരപൂർവ്വം നമിക്കുന്നു. ചെറുപ്പത്തിൽ നാം ഓരോരുത്തരെയും കരുതലോടെ കാത്തവരാണ് അവരെന്നും പ്രായമാകുമ്പോൾ ആ കരുതൽ തിരികെ നൽകേണ്ടത് നമ്മുടെ കടമയാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മാതാപിതാക്കളെയും ഉറ്റ ബന്ധുക്കളെയും അവരുടെ വാർദ്ധക്യകാലത്ത് എന്റെ കഴിവിന്റെ പരമ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. മുഹമ്മദ് ഇതാ ഗാന്ധിയായിട്ട് മുഹമ്മദ് ആണെന്ന് തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ. നമുക്കെന്നെ മാറ്റിച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും നല്ല മാറ്റമുണ്ട് കേട്ടോ. നമുക്ക് മുഹമ്മദാന്ന് മനസ്സിലാവുന്നേ ഇല്ല. നല്ല അടിപൊളിയായിട്ട് ഗാന്ധിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മീശൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പൗഡർ ഉപയോഗിച്ചിട്ടാട്ടോ മീശൊക്കെ വെച്ചത്. കാരണം പഞ്ഞി വെച്ചിട്ട് വെക്കാൻ അവർ സമ്മതിക്കുന്നില്ല. അവനൊക്കെ പഞ്ഞിയൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനായിട്ട് വേണ്ടാന്ന് പറയുമായിരുന്നു. പിന്നെ തലയിൽ നമ്മൾ കയ്യിലൊക്കെ വിടുന്ന ഗ്ലൗസ് അങ്ങത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്തതായിരുന്നു. മുഹമ്മദും അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഗാന്ധിയായി മാറിയപ്പോൾ ശരിക്കും നല്ല രസമായിരുന്നു കാണാൻ തന്നെ കേട്ടോ. കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ ആ ഒരു വേഷം കെട്ടിക്കൊടുക്കുമ്പോൾ അവർക്ക് ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ കൂടുതലായിട്ട് ഗാന്ധിജിയെക്കുറിച്ച് അറിയാനും ഗാന്ധിജി എങ്ങനെയായിരുന്നു അവർക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ഫോട്ടോയിലായാലും കഥകളിലായാലും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു ഡ്രസ്സ് ഇട്ട് ഗാന്ധിജിയായി മാറുമ്പോൾ എങ്ങനെയായിരുന്നു ഗാന്ധി, അതെല്ലാം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നമ്മളിതാ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു കേട്ടോ. കുട്ടികളെല്ലാവരും ഇരുന്ന് ലാസ്റ്റ് എല്ലാ കുട്ടികളും ഉമ്മമാരും എല്ലാവരും ഇരുന്ന് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള പായസം തന്നെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് നിന്നിട്ട് ഗാന്ധിജിയായ കുട്ടികളും എല്ലാവരും കൂടി നിന്നിട്ട് ഉമ്മമാരൊക്കെ കൂടി നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം പിന്നെ കുട്ടികളൊക്കെ ഗാന്ധിജിയെ കുറിച്ചിട്ട് പാട്ടുകളൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ പാടണം. അങ്ങനെ കുറേ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ മുന്നായിട്ട് മുഹമ്മദിൻ്റെ കുറച്ച് ഗാന്ധിജിയായിട്ടുള്ള ഒരു വേഷമൊക്കെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പുറത്ത് നല്ല വെളിച്ചമുള്ളിടത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയായിരുന്നു. കുട്ടികളുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളുടെ കുഞ്ഞു ഗാന്ധിജി കവിതകളും കഥകളൊക്കെയാണ് പറയുന്നത്. കുഞ്ഞു കുട്ടികളല്ല, അവർ അവതരിപ്പിക്കുന്ന സമയത്ത് പാട്ട് പാടുമ്പോഴൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ചിലപ്പം പഠിച്ചതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. എന്നാലും നല്ല രസമാണൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ. നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ മുത്തച്ഛൻ ഇല്ലാത്തൊരു മുത്തച്ഛൻ
പായസമൊക്കെ റെഡി ആയിട്ട് ഇതാ ടീച്ചേഴ്സ് പായസമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വട്ടത്തിലൊക്കെ ഇരുത്തിയിട്ട് പായസം കൊടുക്കുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് ഇനി വരുന്നൊരു തലമുറ വിശ്വസിച്ചേക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ കുരുന്നു മനസ്സുകളിൽ ഗാന്ധിജിയെപ്പോലെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മുടെ കുരുന്നു മക്കൾക്ക് വേണ്ടിയിട്ട് നടത്തുമ്പോൾ അവർ നമ്മുടെ ഗാന്ധിജിയെക്കുറിച്ച് ഒരുപാട് അറിയാനും ഒരുപാട് ഗാന്ധിജിയെക്കുറിച്ച് മനസ്സിലാക്കാനും ഗാന്ധിജിയുടെ കുഞ്ഞു കവിതകളിലൂടെയും കഥകളിലൂടെയും ഒരുപാട് ഗാന്ധിജിയെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് അപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഗാന്ധിജി മൊട്ടത്തലയെക്കുറിച്ചും ഗാന്ധിജിയുടെ വട്ടക്കണ്ണടയെക്കുറിച്ചും ഗാന്ധിജിയുടെ വടിയെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ ആ കുഞ്ഞു മനസ്സുകളിൽ കയറിക്കൂടും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പാരൻസ് എത്ര തിരക്കാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളുടെ കൂടെ കൂടിയിട്ട് അത് ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി വരുന്ന തലമുറയിൽ ഗാന്ധിജിയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അതിലൂടെ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. ഗാന്ധി ജയന്തിയുടെ അന്ന് തന്നെ നമ്മൾ സേവനവാരം കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഗാന്ധി ജയന്തിയുടെ അന്ന് നമുക്ക് ടൈം കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ അവിടെ പോയിട്ട് എല്ലാവരും ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. എല്ലാവരും ടീച്ചേഴ്സും പാരൻസും കുട്ടികളും അങ്ങനെ എല്ലാവരും കൂടി കുട്ടികളെ കൊണ്ട് പറ്റുന്നത് കുട്ടികളും ചെയ്തിട്ട് അങ്ങനെ നമ്മളോടൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് തീരുമാനിച്ചു. അംഗനവാടിയുടെ ചുറ്റിലുള്ള സ്ഥലങ്ങൾ കേട്ടോ, ഒരുപാട് സ്ഥലമൊന്നുമില്ല, കുറച്ച് സ്പേസേ ഉള്ളൂ. അവിടെയൊക്കെ നമ്മളെല്ലാവരും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അവിടെ കുറച്ച് പച്ചക്കറിയും അങ്ങനെ കുട്ടികൾക്ക് ഫുഡിൽ കൊടുക്കുന്ന അങ്ങനത്തതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് അടിച്ചു വാരി മാറാലൊക്കെ തട്ടി ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ ശരിക്കും നല്ല രസമാണ്. അപ്പോൾ ഇതാ ഒരുവിധം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിയാക്കിയെടുത്ത് നിന്ന് നമ്മളെല്ലാവരും ഒരു ഫോട്ടോ